ഹായ് കൂട്ടുകാരെ, നമ്മൾ പാക്കിംഗ് ഇന്നലെ രാത്രി തന്നെ തുടങ്ങി കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞത്. കാരണം കുറേ അധികം അച്ചാറുകളും സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതെല്ലാം പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ 12 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇത് വെളുപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലുള്ളത്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അത്രയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വെളുപ്പിനെ ആയതുകൊണ്ട് ആ ഒരു സമയത്ത് റഷ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ഒരു സ്റ്റാഫ് രാവിലെ 5 മണിയായപ്പോൾ തൊട്ട് പോസ്റ്റ് ഓഫീസിൽ വന്നിരുന്ന് പെൻഡിങ് കിടക്കുന്ന എല്ലാം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതാണ്. അപ്പം ഒത്തിരി പേരും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു കാരണം ഓൺലൈൻ വഴി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വെളുപ്പിന് തന്നെ കൊണ്ടുപോവാണ് ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ ഞാനിത് ഒരു സെക്ഷൻ താഴെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിറ്റ് ഉണ്ട് സാധനങ്ങൾക്കെല്ലാം. ഇതിനകത്തെല്ലാം വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ളതും ഒക്കെയുള്ള ഐറ്റംസാണ്. അപ്പോൾ എല്ലാം ഒരു 10-12 കിലോ ഒക്കെയുള്ള ബോക്സുകളാണ്. 5 കിലോ മുതൽ മേലോട്ടുള്ള ബോക്സുകളാണ് എല്ലാം തന്നെയുള്ളത്. എല്ലാത്തിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇത് ഓരോന്നും ചെറിയ ചെറിയ നമ്മൾ പാക്ക് ചെയ്തിട്ട് സീൽ ചെയ്ത് വീണ്ടും അത് ബോക്സ് പാക്കിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നല്ല ടൈം എടുക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചും വേണമല്ലോ പാക്ക് ചെയ്യാൻ. വിദേശത്തോട്ടുള്ള പാക്കിംഗ് ഒക്കെ ആകുമ്പോൾ അത്രയും ശ്രദ്ധിക്കണം. പിന്നെ ഓണത്തിലേക്കുള്ളതെല്ലാം സാധനങ്ങൾ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഓണക്കൊട്ട ബുക്കിംഗ് ഏകദേശം തീരാറായി. നമ്മൾ 15 മുതൽ അയച്ചു തുടങ്ങും എല്ലാ സ്ഥലങ്ങളിലേക്കും. കാരണം പുറത്തോട്ടുള്ള പാഴ്സൽസൊക്കെ കറക്റ്റ് സമയത്തിന് അവിടെ എത്തേണ്ടതാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു 13 കിലോ മറ്റോ വെയിറ്റുള്ള ബോക്സാണ് അജയേട്ടൻ കൊണ്ടുപോകുന്നത്. അതെനിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ അജയൻ തന്നെ പോസ്റ്റ് ഓഫീസിലോട്ട് പോകുന്നുള്ളൂ. കാരണം കുഞ്ഞ് ഇപ്പോഴും നല്ല ഉറക്കമാണ്, അവൾ എണീറ്റിട്ടില്ല. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പും മഞ്ഞും നിങ്ങൾക്ക് കാണാൻ പറ്റും. കോടയൊക്കെ കയറി കിടക്കുവാണ്. എന്നാലും നമുക്ക് ഇതൊരു അർജൻസി ആയതുകൊണ്ട്, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ 10 മണി സമയത്ത് ചെന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വെളുപ്പിനെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇന്നലെ രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടൈം എടുത്തു ഇത് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഇന്നലെ നമ്മൾ ഉറങ്ങിയപ്പോൾ. സൂര്യൻ ഉദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നല്ല മഴയും തണുപ്പും ഒക്കെയാണ്. 2-3 ദിവസമായിട്ട് ഇങ്ങനെ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക. 2-3 ദിവസം എന്നല്ല, ഇവിടെ മിക്കപ്പോഴും ഇതൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും അജയൻ അത് താഴെ കൊണ്ടുപോയിട്ട് അത് അയക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി പോയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നാളെയും ഇതേപോലെ തന്നെ വെളുപ്പിനെ കൊണ്ടുപോവേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പാക്കിങ് തുടങ്ങിയാലേ നാളത്തേക്ക് നമുക്ക് ഇതേ സമയത്ത് തന്നെ കൊണ്ടുപോയി അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നാളെ കാണാം.